ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തരുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്, അതായത് കഞ്ഞിവെള്ള സംഭാരം. ഇപ്പൊ കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അല്ലേ? അപ്പൊ കഞ്ഞിവെള്ള സംഭാരം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇതിനു മുൻപ് ഞാൻ ഒരു സംഭാരം ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് തേങ്ങാപ്പാൽ സംഭാരം. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കഞ്ഞിവെള്ള സംഭാരം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള സമയം ഈസി ആയിട്ടുള്ള കഞ്ഞിവെള്ള സംഭാരം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കഞ്ഞിവെള്ളം വെച്ചിട്ട് സംഭാരം ഉണ്ടാക്കാൻ നോക്കിയാലോ? നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ എന്തായാലും കഞ്ഞിവെള്ളം കിട്ടും അല്ലേ? അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ സൂക്ഷിച്ച് വെക്കുക, അതിനുശേഷം സംഭാരം ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് കഞ്ഞിവെള്ളം വേണമെങ്കിൽ ഉപ്പിട്ട് കുടിച്ചാൽ മതിയല്ലോ? അത് മതി, പക്ഷേ ഇടയ്ക്കൊരു വെറൈറ്റി വേണ്ടേ? അപ്പോൾ വെറൈറ്റിക്ക് വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കും എന്തായാലും. അതിനുവേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 240 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സംഭാരത്തിന് ആവശ്യമായ ഐറ്റംസ് ചതച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ഇല കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ചെറിയുള്ളി വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഇടാം, ഞാൻ ഇടുന്നില്ല. ഈ 3 ഐറ്റംസും കൂടെ നന്നായിട്ട് ചതച്ചിട്ട്, ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. ചതച്ചിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ചതച്ചിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു സംഭാരമാണ്. കാരണം ഇത് നമ്മുടെ വീട്ടിലില്ലാന്ന് നിങ്ങൾ പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ചോറ് വയ്ക്കുന്നില്ല. മലയാളികൾ എല്ലാവരും ചോറ് ഉണ്ണുന്നവരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങയുടെ പുളി അനുസരിച്ച് എണ്ണം തീരുമാനിക്കും. ഞാനിപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങ പകുതി എടുത്തിട്ടുണ്ട്. അതിന് തന്നെ നമുക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പുളി പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കഞ്ഞിവെള്ളം ഒരുപാട് തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം അല്ല കേട്ടോ, നല്ല ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. നിങ്ങൾ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ആണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. കുറച്ചും കൂടെ പുളി വേണം. അപ്പോൾ കുറച്ചും കൂടെ ലെമൺ ജ്യൂസ് ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫൈനലായിട്ട് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളി കഞ്ഞിവെള്ളം എന്ന് ആരും പറയില്ല കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ കുടിക്കുക, തണുപ്പിച്ചിട്ട് കുടിക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കിയ വശം തന്നെ കുടിക്കാം, യാതൊരു കുഴപ്പമില്ല. മൺപാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കഞ്ഞിവെള്ള സംഭാരം ഉണ്ടാക്കിയിട്ട് മൺപാത്രത്തിൽ അങ്ങ് ഒഴിച്ച് വെക്കാണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല തണുക്കാൻ തുടങ്ങും. ഈ കൂജയിലൊക്കെ വെള്ളം വെക്കുമ്പോൾ തണുക്കില്ല, അതുപോലെ അതിനുശേഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പറയില്ല അത് കഞ്ഞിവെള്ളം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മൾക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ സംഭാരം ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ 2 സംഭാരം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നാട്ടിലെങ്കിലും ഒരു തെച്ചി ഇവിടെയൊക്കെ വിറ്റാമിൻ ഡി കൊള്ള പറിക്കാറിങ്ങിയത് 6 മണിക്ക്. ഞാൻ ഗ്രീൻ ബെൽറ്റിലോട്ട് പോവാ സാധനങ്ങൾ. ആഹാ.